നമസ്കാരം. പതിരും കതിരും. മഹാഭാരതത്തിലെ ഏറ്റവും നീതിമാനായ കഥാപാത്രമാണ് വിതുരർ. ഹസ്തിനപുരത്തിലെ പ്രധാനമന്ത്രിയായിരുന്നു അദ്ദേഹം. അന്ധനായ ധൃതരാഷ്ട്രർക്ക് എക്കാലത്തും ഹിതമായ ഉപദേശങ്ങൾ നൽകി. കൗരവസഭയിൽ ദുര്യോധനന്റെ തെറ്റുകളെ മുഖത്തു നോക്കി വിമർശിച്ചു. ഹസ്തിനപുരം കടലെടുക്കുന്നതിന് മുമ്പ് തന്നെ വിതുരർക്ക് എല്ലാം അറിയാമായിരുന്നു. താൻ പറയുന്നത് കേൾക്കാൻ ആരുമില്ലെന്ന് മനസ്സിലായപ്പോൾ വിതുരർ ചെയ്തത് എന്താണെന്നറിയില്ലേ? വായിലൊരു മരക്കഷ്ണവും തിരികെ വനത്തിലേക്ക് പോയി. കമ്മ്യൂണിസം എന്ന കൗരവപക്ഷത്തെ നന്നാക്കാൻ നോക്കി പരാജയപ്പെട്ടു പോയ ഒരു വിതുരരാണ് സഖാവ് MA ബേബി. ബേബി എന്തിനാണ് ഇവിടെ ഇങ്ങനെ ചുറ്റിക്കറങ്ങുന്നത്? താങ്കൾ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആരുമില്ല. ഒരു കഷണം ചെമ്പട്ടോ ആ തുണിസഞ്ചിയോ വായിൽ തിരികെ അങ്ങ് തിരിച്ച് ഡൽഹിക്ക് പോകുന്നതാണ് ഇതിലും നല്ലത്. അങ്ങേക്ക് പാർക്കാനുള്ള പറ്റിയ മണ്ണല്ല ഇത്. ധർമ്മത്തെയും ഭരണതന്ത്രത്തെയും കുറിച്ച് ധൃതരാഷ്ട്രർക്ക് വിതുരർ നൽകിയ ഉപദേശങ്ങൾ എത്രയെത്രയാണ്. വിതുര നീതി എന്നാണല്ലോ അത് അറിയപ്പെടുന്നത്. പക്ഷേ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും പിണറായി വിജയൻ്റെയും സെറ്റുകാരുടെയും തെറ്റുകളെ മുഖത്ത് നോക്കി വിമർശിക്കാൻ ബേബി സാറിന് എന്നെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഉപദേശിച്ചാൽ വിതുരരുടെ ഗതി വരുമെന്ന് ബേബിക്കറിയാം. ഇവിടം വിട്ടാൽ ഏത് കാട്ടിൽ പോയി ഒളിക്കും ബേബി. കഴിഞ്ഞ ദിവസം അദ്ദേഹം ഗതികേട് കൊണ്ട് ഒരു സത്യം വിളിച്ചു പറഞ്ഞു. EMSന്റെ ലോകമെന്ന സെമിനാറിൽ പങ്കെടുക്കുമ്പോഴായിരുന്നു ആ സത്യം പറഞ്ഞത്. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വത്തെ സംബന്ധിച്ചിടത്തോളം പരോക്ഷമായിട്ടായിരുന്നു ആ സംസാരം. നേരിട്ട് പച്ചയ്ക്ക് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെങ്കിലോ എന്ന് കരുതി. അതുകൊണ്ട് വളഞ്ഞു ചുറ്റിയായിരുന്നു മൂക്കിൽ തൊട്ടത്. കണ്ണൂരിലെ ഒരു സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അപാകതകളുണ്ടായെന്നും അത് തിരുത്തുകയായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നുമാണ് ഭംഗ്യം തരേണ ബേബി സാർ പറഞ്ഞത്. എന്തായാലും ദേശീയ സെക്രട്ടറിയുടെ ആ അഭിപ്രായം ഗോവിന്ദന് വല്ലാത്ത മനസ്താപമുണ്ടാക്കി. ഗോവിന്ദൻ്റെ ഹൃദയമിടിപ്പിൻ്റെ പൾസ് മനസ്സിലാക്കിയ പിണറായി വിജയൻ കയ്യോടെ അതങ്ങ് തിരുത്തി. തളിപ്പറമ്പിൽ PK ശ്യാമളയുടെ സ്ഥാനാർത്ഥിത്വം സൂചിപ്പിച്ച MA ബേബി നടത്തിയ പരസ്യ പ്രതികരണം പാർട്ടിയുടെ വിലയിരുത്തലല്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. ശ്യാമളയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഗോവിന്ദൻ ഔചിത്യം കാണിക്കേണ്ടതായിരുന്നു എന്ന അഭിപ്രായം ബേബിയുടെ അഭിപ്രായം മാത്രമാണ്. തെരഞ്ഞെടുപ്പ് തോൽവിയെക്കുറിച്ച് പാർട്ടി വിശദമായ പരിശോധന നടത്തിയിട്ടുണ്ടത്രേ. ജയിക്കുമെന്ന് കരുതിയെങ്കിലും പരാജയപ്പെട്ടു പോയി. അതിൻ്റെ കാരണങ്ങൾ പരിശോധിച്ച് എല്ലാ വിശകലനത്തിലേക്കും പോയി. ഇത്തരത്തിൽ വ്യക്തിപരമായ വീഴ്ച സംഭവിച്ചുവെന്ന വിലയിരുത്തൽ ഉണ്ടായിട്ടില്ലെന്നും പിണറായി പറഞ്ഞു. എന്നാലും ശ്യാമളയുടെ പരാജയത്തിൻ്റെ ആ വിലയിരുത്തലാണ് ഭയങ്കരം. ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കിയതിൽ ഗോവിന്ദനെ മാത്രം വളഞ്ഞിട്ടാക്രമിക്കാൻ പിണറായി വിജയൻ സമ്മതിക്കില്ല. ഗോവിന്ദൻ എൻ്റെ കുട്ടിയാ. പിണറായി മരുമകനെ മന്ത്രിയാക്കിയപ്പോൾ ഗോവിന്ദൻ വല്ല എതിരും പറഞ്ഞിരുന്നു. ഇക്കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പിണറായി ചെയ്തതിനെ എന്തിനെയെങ്കിലും ഗോവിന്ദൻ എതിർക്കുകയോ തള്ളിപ്പറയുകയോ ചെയ്തോ? പിണറായിയുടെ ഹിതത്തിനു മുമ്പിൽ വാക്കൈ പൊത്തി നിൽക്കുകയേ ചെയ്തിട്ടുള്ളൂ ഗോവിന്ദൻ. അങ്ങനെയുള്ള ഗോവിന്ദനെ വിമർശിക്കാനും കുറ്റം പറയാനും ഈ ബേബി ആരാണ്? അനുസരണക്കേട് കാണിച്ചാൽ അറിയാമല്ലോ, ലെവി അങ്ങ് കട്ട് ചെയ്യും. സത്യത്തിൽ ഈ പാർട്ടിക്ക് ഒരു PBO കേന്ദ്ര കമ്മിറ്റിയോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ആവശ്യമില്ല. PB നടത്തിക്കൊണ്ടു പോകലും അതിൻ്റെ കൈകാര്യ ചെലവും കൂടുതലാണെന്ന് കാണിച്ച് വേണമെങ്കിൽ ആപ്പീസ് പൂട്ടാനും പിണറായിക്ക് കഴിയും. ഡൽഹിയിലെ ബേബി വേറെയും ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. മുന്നിലിരിക്കുന്നവർക്ക് ദഹിക്കുന്നതും അവർക്ക് താങ്ങാവുന്നതുമായ പ്രസംഗങ്ങൾ മാത്രമേ നേതാക്കന്മാർ പ്രസംഗിക്കാവൂ. എന്നുവെച്ചാൽ മുമ്പിലിരിക്കുന്നവനെ സുഖിപ്പിക്കാൻ എതിരാളികളെ പരനാറിയെന്നും ചോദ്യം ചോദിക്കുന്നവനോട് വീട്ടിൽ പോയി ചോദിക്കാനും പറയരുതെന്ന് സാരം. അക്കാര്യവും ബേബിയുടെ നിരീക്ഷണം മാത്രമാണെന്നും പാർട്ടിയുടെ വിലയിരുത്തലല്ലെന്നും പിണറായി പറഞ്ഞേക്കും. വെറുതെയാണോ ഗോവിന്ദൻ പറഞ്ഞത് എന്നെയും പിണറായിയെയും മാറ്റാമെന്നാരും കരുതേണ്ട എന്ന്? പാർട്ടിയെ നന്നാക്കാനുള്ള വഴി തേടി ജനഹിതമറിയാൻ മൊബൈൽ ആപ്പ് തുറന്നു വെച്ചിട്ട് അതിലേക്ക് വന്ന അഭിപ്രായങ്ങൾ വല്ലതും ക്രോഡീകരിച്ചോ ഗോവിന്ദ? പത്തനംതിട്ടയിലെ DYFIക്കാർ പറഞ്ഞത് ഗോവിന്ദനും പിണറായിയും ചേർന്ന് പാർട്ടിയെ GO-P ആക്കി എന്നായിരുന്നു. തളിപ്പറമ്പിൽ ഗോവിന്ദൻ്റെ ഭാര്യയെ സ്ഥാനാർത്ഥിയാക്കാൻ ഏറ്റവും കൂടുതൽ കൊതിച്ചത് KK രാഗേഷും PK ശ്രീമതിയും MV ജയരാജനും EP ജയരാജനും KK ശൈലജയും ഒക്കെയായിരുന്നു. ഗോവിന്ദൻ ഒന്നും അറിയാത്തതുപോലെ പക്ക് നോക്കി മാറി നിന്നു. കണ്ണൂർ ജില്ലയിലെ ഏക വനിതാ സ്ഥാനാർത്ഥി ഇത്തവണ തളിപ്പറമ്പിലായിരിക്കുമെന്ന് KK രാഗേഷ് ഒരു പാനലങ്ങ് അവതരിപ്പിച്ചു. മേൽപ്പറഞ്ഞ സെറ്റുകാരല്ലാതെ സെക്രട്ടേറിയറ്റിൽ ആരും അതിൽ താല്പര്യം കാണിച്ചില്ല. മാത്രവുമല്ല എതിരഭിപ്രായങ്ങളും വന്നു. പക്ഷേ ചർച്ച കൂടാതെ തന്നെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ശ്യാമളയുടെ പേര് അംഗീകരിക്കുകയും ചെയ്തു. എന്നിട്ടും ഗോവിന്ദനും പിണറായി വിജയനും പറയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ പിഴവ് പറ്റിയിട്ടില്ല എന്നാണ്. സംസ്ഥാനത്തൊട്ടാകെയും CPM എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തെ നശിപ്പിച്ച കുറേ സ്ത്രീവേഷങ്ങളുണ്ട്. എല്ലാത്തിനോടും ജനം എണ്ണി കണക്ക് ചോദിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ അത്ഭുതം.
പിണറായിയും ഗോവിന്ദനും കൂടി തെറ്റ് തിരുത്തിയാലും ഇല്ലെങ്കിലും ഇനി ഒരു 5 വർഷത്തേക്ക് ഈ നാട്ടുകാർ കോരി ചൂക്കുമില്ല. ഒരു വലിയ ഭാരം തലയിൽ നിന്നും ഇറങ്ങിപ്പോയതിൻ്റെ സുഖത്തിലാണ് ജനത. സംസ്ഥാനത്തെ പാർട്ടിയെ തിരുത്താനും നേർവഴിക്ക് നടത്താനും നന്നാക്കാനും വന്നാൽ MA ബേബി ഇനിയും കൂടുതൽ പിണറായിയുടെ വായിൽ നിന്നും കേട്ടെന്നിരിക്കും.